അതുപോലെ നിങ്ങൾക്ക് സൂപ്പറായി കേരള ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. നിങ്ങൾ ബാംഗ്ലൂർ കയറി വന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. കേരളത്തിൽ അവിടെ മലയാളി ഫുഡ് കിട്ടുന്ന കട എന്തായാലും ഏകദേശം ഒരു പെർ മന്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ടിപ്സിൽ കൂടെ നമ്മുടെ ബിഹേവിയറും നമ്മുടെ കമ്മ്യൂണിക്കേഷനും എല്ലാം നല്ലതാണെങ്കിൽ എന്തായാലും ഒരു ടേബിളിൽ നിങ്ങൾക്ക് എന്തായാലും 100 rupees വെച്ച് ടിപ്പ് കിട്ടും. അപ്പൊ നല്ലൊരു ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എനിക്ക് 100% എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. നമുക്ക് ഫുൾ ടൈം നമ്മൾ ഓട്ടത്തിൽ തന്നെ ആയിരിക്കും. 1 hour അവന് 20-25 ഡെലിവറീസ് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. റൈഡിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. ചില സമയത്ത് നമുക്ക് ക്യാബ് കിട്ടാറില്ല. നമ്മൾ ചില ബാംഗ്ലൂർ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡ്രൈവേഴ്സ് വാണ്ടഡ് എന്ന് പറഞ്ഞ ഫ്ലെക്സ് കാണും, ബോർഡ് കാണും. ഹോട്ടലുകൾ, അതുപോലെ IT കമ്പനികൾ, വേറെ കമ്പനികൾ, അവിടെ ഷിഫ്റ്റ് വെപ്പൻഡറാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്ലംബറാണ്, ഒരു ഇലക്ട്രീഷ്യനാണ്. ഞാൻ അർബൻ ലാഡർ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാമെങ്കിൽ എനിക്ക് ഓർഡറുകൾ അവിടെ നിന്ന് കിട്ടും. അർബൻ ലാഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നാട്ടിലെത്തുമ്പോൾ എൻ്റെ ഇവിടുത്തെ ചേട്ടായിമാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ബാംഗ്ലൂരിലെ ടെക്നിക്കൽ അല്ലാതെ നോൺ ടെക്നിക്കൽ ഫീൽഡിൽ എന്തൊക്കെ ജോലികൾ അവൈലബിൾ ആണ്. അതായത് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഡിഗ്രി വേണ്ടാത്ത ഒരു ജനീറിക് ആയിട്ടുള്ള എന്തൊക്കെ ജോലികൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ കരുതി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അതാവുമ്പം എല്ലാവർക്കും അതൊരു ഉപകാരമാവുമല്ലോ. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് വരാൻ പ്ലാനുള്ള എല്ലാവർക്കും അതൊരു ഉപകാരമാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരിക്കലും ഒരു ടെക്നിക്കൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ജോലിയെക്കുറിച്ചുള്ള സംസാരിക്കുന്നത്. നമ്മളൊരു ജനീറിക് ആയിട്ടുള്ള അവിടെ എന്തൊക്കെ ജോലികൾ അവൈലബിൾ ആണ് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ബാംഗ്ലൂർ IT റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ, സാലറി, അവരുടെ പ്രോബ്ലംസ്, നിങ്ങൾക്ക് IT കുറിച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബാംഗ്ലൂരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ന്യൂസുകളും ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് റിയൽ ലൈഫ് സ്റ്റോറീസും എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ്, ഒരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കമൻറ്റോട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ബൂസ്റ്റ് ആയിരിക്കാം. ഇത്രയും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത സഹായിച്ച ഫ്രണ്ട്സിന് വളരെ നന്ദി. ഫസ്റ്റ് ഓഫ് ഓൾ 0-ലാണ് തുടങ്ങിയത്. 2 ആഴ്ച മുമ്പ് തുടങ്ങിയാണ് ചാനൽ. ഇപ്പോൾ ഒരു 140 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക്സ് സോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പം ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഡെലിവറി ടൈപ്സ് ജോലികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഫ്ലിപ്കാർട്ട് മിനിറ്റ്സ്, സെപ്റ്റോ, ബ്ലിങ്കിറ്റ്, ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ. അതായത് സെപ്റ്റോ ഒക്കെ നമ്മൾ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 to 10 minutes എടുത്ത് നമ്മുടെ ഡോറിൽ കൊണ്ട് തരുന്ന സർവീസുകളാണ്. അങ്ങനത്തെ ക്വിക്ക് കമേഴ്സ് സർവീസുകളാണ് സെപ്റ്റോ ഒക്കെ. അതിപ്പോൾ കൊച്ചിയിൽ പോലുള്ള സിറ്റീസിലും ഉണ്ട്. അപ്പം ബാംഗ്ലൂർ സെപ്റ്റോ, സൊമാറ്റോ, ഫുഡ് ഡെലിവറി ആപ്പ് സൊമാറ്റോ, സ്വിഗ്ഗി, ഫ്ലിപ്കാർട്ട് മിനിറ്റ്സ്, ഇവക്കൊക്കെ കേരളത്തിനെക്കാട്ടിലും നല്ല സ്കോപ്പാണുള്ളത്. കാരണം ബാംഗ്ലൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ അല്ലെങ്കിൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബിസിയായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആളുകൾ കൂടുതലും ഇങ്ങനത്തെ ക്വിക്ക് കൊമേഴ്സ് സൈറ്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ഡെലിവറീസ് അവിടെ കിട്ടും നിങ്ങൾക്ക് കമ്പയർ ടു കേരള. തന്നെയല്ല, ബാംഗ്ലൂർ ഒരു അപ്പാർട്ട്മെന്റിൽ നമ്മളൊരു ഡെലിവറിക്ക് വരികയാണെങ്കിൽ ആ അപ്പാർട്ട്മെന്റിൽ തന്നെ, ഇപ്പോൾ ഇൻ കേസ് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ എനിക്കൊരു ഡെലിവറി ഉണ്ടെങ്കിൽ ഏകദേശം അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ ഏകദേശം ഒരു 20-25 ഡെലിവറീസ് ഏജന്റിന് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വിത്തിൻ 1 hour അവന് 20-25 ഡെലിവറീസ് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മുടെ കേരളത്തിൽ ഒരു റിമോട്ട് പ്ലേസിലാണെങ്കിൽ ഒരു ഡെലിവറി ചെയ്തിട്ട് അടുത്ത ഡെലിവറിയിലേക്ക് പോകാൻ വേണ്ടി ഒരു ട്രാവൽ ടൈം ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇതൊരു അപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു 20 ഡെലിവറീസ് കിട്ടി കഴിഞ്ഞാൽ 1 hour കൊണ്ട് നമുക്ക് ഒരുപാട് കവർ ചെയ്യാൻ പറ്റും. അപ്പം പെർ ഡെലിവറിക്കാണല്ലോ നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് ജോബ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഒരു ഡെലിവറി ആപ്സ് നല്ല പൊട്ടൻഷ്യലുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരുപാട് ബിസിനസ് നടക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ ഈ റൈഡ് കമ്മ്യൂട്ടിങ് ആപ്സ്, അതായത് ഓല, ഊബർ എന്നീ ആപ്സുകൾ, അല്ലെങ്കിൽ നമ്മയാത്രി, റാപ്പിഡോ, ഒരുപാട് ക്യാബ്സ് ഉണ്ട്. അപ്പം ഇവയെല്ലാം നമുക്ക് ബാംഗ്ലൂരിൽ അവൈലബിൾ ആണ്. അതെ, കേരളത്തിലും അവൈലബിൾ ഉണ്ട്. പക്ഷേ അതുപോലെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാംഗ്ലൂരിൽ റൈഡിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. ചില സമയത്ത് നമുക്ക് ക്യാബ് കിട്ടാറില്ല. നമ്മൾ ചിലപ്പോൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നത്, അത്രയും ക്യാബ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്യാബ് കിട്ടാറില്ല. നമ്മൾ റൈഡ് എടുക്കാൻ വേണ്ടി റെഡി ആണെങ്കിൽ എനിക്ക് 100% എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. നമുക്ക് ഫുൾ ടൈം നമ്മൾ ഓട്ടത്തിൽ തന്നെ ആയിരിക്കും. റൈഡ് ഇല്ലാതെ നമ്മൾ ഇരിക്കില്ല, ഉറപ്പായും. അത് ബാംഗ്ലൂർ ഏത് പോയിന്റ് എടുത്താലും ഹോട്ട്സ്പോട്ടാണ്. നമുക്ക് എവിടെ ആയാലും നമുക്ക് റൈഡ് കിട്ടും. അപ്പം നമുക്ക് ബെറ്റർ ഈ ക്യാബ് ഡ്രൈവിങ്ങും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ബാംഗ്ലൂർ. ഇതുപോലെ ഈ ക്യാബിൻ്റെയും നമ്മളെ ക്വിക്ക് കമേഴ്സിൻ്റെയും വേറൊരു കാര്യം പറയാൻ പറ്റത്, ഇത് ഡെലിവറിയുടെ കമ്മീഷൻ കൂടാതെ ടിപ്സും കിട്ടും. നമുക്ക് അത്യാവശ്യം ബാംഗ്ലൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആയിട്ട് വരികയാണിപ്പോൾ. നമ്മളിപ്പോൾ ഇൻ കേസ് എല്ലാ ഡോർ ടു ഡോർ സർവീസുകൾക്കും ഒരു ടിപ്പ് ഒരു ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്.
അപ്പം ഈ ഡെലിവറി ഏജൻസിനൊക്കെ അത്യാവശ്യം നല്ല ടിപ്പുകൾ ചെയ്യാറുണ്ട്, അവരുടെ നല്ല സർവീസ് അല്ലെങ്കിൽ ടിപ്പ് കിട്ടാറുണ്ട്. അപ്പം എന്തായാലും ഏകദേശം ഒരു പെർ മന്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ടിപ്സിൽ കൂടെ നമ്മുടെ ബിഹേവിയറും നമ്മുടെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും എല്ലാം നല്ലതാണെങ്കിൽ എന്തായാലും അത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ് ടിപ്സും ഈ എല്ലാ സർവീസിൽ കൂടെയും. പിന്നെ നമ്മുടെ അടുത്ത സർവീസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ കൊറിയർ ആപ്സ്. അതായത് നമ്മുടെ കൊറിയർ ആപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നമുക്ക് നമുക്കൊരു എനിക്കൊരു പാക്കറ്റ് അയക്കണമെങ്കിൽ എനിക്ക് കൊറിയർ ആപ്സിന് വഴി ബുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. എനിക്ക് അങ്ങനത്തെ ഒരുപാട് ആപ്സ് ഉണ്ട്. ഞാൻ പാക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയാമെങ്കിൽ എനിക്ക് ഈ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എടുത്തെത്തിക്കും. ചെറിയ ലെറ്റേഴ്സ് ആണെങ്കിലോ കീസ് ആണെങ്കിലോ ചെറിയ സർട്ടിഫിക്കറ്റ്സ് പാക്കറ്റ്സ് ചെറിയ സാധനങ്ങളാണെങ്കിൽ അവയ്ക്കും നല്ല സ്കോപ്സുകളുണ്ട്. ഇവയ്ക്കെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് മെയിനായിട്ട് ഡ്രൈവിംഗ് അറിഞ്ഞാൽ മതി. ടൂ വീലർ ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ ഡെലിവറി ആപ്സുകൾ എല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും അല്ലേ. ഓല ഊബർക്ക് ഡെഫിനറ്റ്ലി നമുക്ക് 4 വീലർ വേണം. അല്ലാതെ ഈ ആപ്പ് നമ്മളിപ്പോൾ പറഞ്ഞ കൊറിയർ ആപ്പ്, അതുപോലെ തന്നെ വേറൊരു നെക്സ്റ്റ് ഒരു ആപ്പാണ് നമുക്ക് വരുന്നത് ലോറി. ഇപ്പം നമുക്ക് ലോറിയോ ടെമ്പോ ഒക്കെ ഡ്രൈവ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് പോർട്ടർ പോലുള്ള ആപ്പുമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓല ഊബർ ബുക്ക് ചെയ്യുന്നതിൽ നമുക്ക് ലോറി നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. അതിനും ആപ്സ് ഉണ്ട്. നമുക്ക് ലോറി ഡ്രൈവിംഗ് അറിയാമെങ്കിൽ നമുക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതുപോലെ തന്നെ സെയിം ജോലി കിട്ടും. അത് അടുത്തത് നമ്മുടെ വേറെ ഇതൊന്നും അല്ലാതെ നമുക്ക് വേറെ ഹോട്ടൽസുകളിലൊക്കെ ബാക്കി വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഡ്രൈവേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റും. നമുക്ക് ബാംഗ്ലൂർ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡ്രൈവേഴ്സ് വാണ്ടഡ് എന്ന് പറഞ്ഞ ഫ്ലെക്സ് കാണും, ബോർഡ് കാണും. ഹോട്ടലുകൾ, അതുപോലെ IT കമ്പനികൾ, വേറെ കമ്പനികൾ, അവിടെയൊക്കെ ഷിഫ്റ്റിൽ വരുന്ന ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ക്യാബൊക്കെ വേണമല്ലോ. അപ്പോൾ അവിടെ ഡ്രൈവ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഓപ്ഷനുണ്ട്. നമ്മൾ ബാംഗ്ലൂർ വെറുതെ സ്ട്രീറ്റിൽ കൂടെ നടക്കാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം പോസ്റ്റർ കാണാൻ പറ്റും, ഡ്രൈവർ നീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഒരുപാട് ഓപ്ഷനാണ്. ഈ ഓല ഊബറൊന്നും അല്ലാതെ ഏതെങ്കിലും കമ്പനികളുടെ തന്നെ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ വേറൊരു കാര്യമാണ് റെസ്റ്റോറൻറ്റ്സ്. ബാംഗ്ലൂർ, കോർമംഗല, വൈറ്റ് ഫീൽഡ് എന്നിവ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിറച്ച് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഒരുപാട് കൗണ്ട്ലെസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ വെയിറ്ററസ് അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഹോട്ടലിൽ മാനേജേഴ്സായിട്ട് അല്ലെങ്കിൽ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി ക്ലീനിങ് സ്റ്റാഫ്സ്, ഇങ്ങനെ ഒരുപാട് പേര് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ജോലികളാണ്. ജസ്റ്റ് ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ചോദിച്ചാൽ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടിപ്പ് കിട്ടുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഓർഡർ ടേക്കിങ്, ഇവർക്കെല്ലാം ബെറ്ററായിട്ട് നല്ലൊരു ടിപ്സ് കിട്ടാനുള്ള നല്ലൊരു പ്രോഫിറ്റാണ്. ഈവൻ ഇൻ കേസ് നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും, കേരളത്തിൽ പോലല്ല ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ടിപ്പ് ചെയ്യാൻ നമ്മൾ തിരിച്ചു വരില്ല. അപ്പം അത്യാവശ്യം നല്ല സർവീസുകളാണെങ്കിൽ 100% നിങ്ങൾക്ക് ടിപ്പ് കിട്ടും. ഒരു ഓർഡറിന് ഒരു ടേബിളിൽ നിങ്ങൾക്ക് എന്തായാലും 100 rupees വെച്ച് ടിപ്പ് കിട്ടും. അപ്പം നല്ലൊരു ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഹോട്ടലുകളിലെല്ലാം വെയിറ്റിംഗ് സ്റ്റാഫും അല്ലെങ്കിൽ ഓർഡർ എടുക്കുന്ന സ്റ്റാഫും എല്ലാം നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്നവരാണ്. നമുക്ക് നല്ലൊരു പൊട്ടൻഷ്യലുണ്ട് നമുക്കവിടെ. നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊന്നും അല്ലാതെ നമുക്കിപ്പം ഒരു അർബൻ ലാഡർ പോലുള്ള സൈറ്റ്, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ കാർപ്പൻ്ററാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്ലംബറാണ്, ഒരു ഇലക്ട്രീഷ്യനാണ്. ഞാൻ അർബൻ ലാഡർ പോലുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാമെങ്കിൽ എനിക്ക് ഓർഡറുകൾ അവിടെ നിന്ന് കിട്ടും. അർബൻ ലാഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു പ്ലംബറെ വേണം, ഇലക്ട്രീഷ്യൻ വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. അർബൻ ലാഡർ വഴി അവർ വന്ന് നമുക്ക് സർവീസ് കിട്ടും. അതാണ് നമുക്ക് അവിടെ അർബൻ ലാഡർ വഴി എൻറോൾ ചെയ്യാം. എനിക്ക് എന്ത് സ്കില്ലുണ്ടെങ്കിലും, ഞാൻ ഈ മോളിൽ പറഞ്ഞൊന്നും അല്ലാതെ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാത്ത സ്കില്ലാണെങ്കിലും, ഇലക്ട്രീഷ്യന്, പ്ലംബിങ്, എന്തുമായിക്കോട്ടെ, നമ്മുടെ ഒരു കാർപ്പൻ്റർ, എന്ത് ജോലിയാണെങ്കിലും നമുക്ക് ഈവൻ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ പോലും, നമുക്ക് വീട് ക്ലീൻ ചെയ്യാനുള്ള ആളാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മെയ്ഡ് ആണെങ്കിൽ പോലും നമുക്ക് അർബൻ ക്ലബിൽ രജിസ്റ്റർ ചെയ്യാമെങ്കിൽ, വീട്ടു ജോലി ആണെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് നമ്മളെ ആളുകൾ വിളിക്കും. അതിനകത്തൂടെ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കൊക്കെ നമുക്ക് അർബൻ ക്ലബിൽ കൂടെ നമുക്ക് ഓർഡറുകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ്, ഞാനവിടെ ബാംഗ്ലൂരിൽ കാണുന്നത്, നമ്മൾ ബാംഗ്ലൂരിൽ ഏത് ബേക്കറിയിലോ അല്ലെങ്കിൽ ജ്യൂസ് ഷോപ്പിലോ ചോദിച്ചു കഴിഞ്ഞാൽ അത് മലയാളികളിലായിരിക്കും. ഒരുപാട് മലയാളികളുടെ ബേക്കറികളും ജ്യൂസ് ഷോപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് സൂപ്പറായി കേരള ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. നിങ്ങൾ ബാംഗ്ലൂരിൽ കയറി വന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. കേരളത്തിൽ അവിടെ മലയാളി ഫുഡ് കിട്ടുന്ന കടകൾ, എസ്പെഷ്യലി കോർമംഗലം, മടിവാള സ്ഥലത്ത് മലയാളി ഫുഡ് വയ്ക്കുന്ന കടകളിൽ നമുക്ക് നിന്ന് തീരാൻ സ്ഥലമില്ല. എസ്പെഷ്യലി നല്ല കോഴിക്കോട് ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര റഷാണ്. അതായത് ടിപ്പിക്കലി നിങ്ങൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാൻ, നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു എഞ്ചിനീയറിംഗിനെക്കാർക്ക് പറ്റുന്ന സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അത്ര ഡിമാൻഡാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കഫേ ഇട്ട് കഴിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലൗഡ് കിച്ചൺ പോലെ സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ട്രമൻഡസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പം കുക്കിംഗ് ഇൻട്രസ്റ്റിംഗ് സ്കില്ലുള്ള ആൾക്ക് ഒന്നും നോക്കാനില്ല, ധൈര്യം, അതും കേരള ഫുഡ് ധൈര്യമായിട്ട് കയറി പോകുന്നു. അടിപൊളി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ
ബ്യൂട്ടീഷ്യൻ നല്ല സ്കില്ലുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ ബ്യൂട്ടി പാർലറിൽ അന്യായ റേറ്റുകളാണ് കിട്ടുന്നത്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതിന് 3x ഓരോന്നിനും ചാർജ് വരുന്നത്. നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ സ്കിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. ഈവൻ ചിലവർ നെയിൽ ആർട്സിന് വേണ്ടി മാത്രം സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അതായത് നെയിൽ ആർട്ടുകൾ ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ നഖത്തിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ആർട്ടുകളുണ്ടല്ലോ. അപ്പോൾ അത് മാത്രം അറിയാവുന്ന സ്പെഷ്യലിസ്റ്റുകൾ വരെ ബ്യൂട്ടി പാർലറിലുണ്ട്. നല്ല പൈസ തരുന്നവരുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇപ്പം നിങ്ങളൊരു തെറാപ്പിസ്റ്റ് ആണ്, ഒരു മസാജ് ചെയ്യുന്ന ഒരാളാണ്, ഒന്നും നോക്കാനില്ല, കയറി വന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മുടി കട്ട് ചെയ്യാൻ അറിയാം. കാരണം ഇവിടെ സ്കില്ലുള്ള ആളുകൾക്ക് ജോലിക്ക് ഒരു ക്ഷാമവുമില്ല, പൈസക്ക് ഒരു ക്ഷാമവുമില്ല. കാരണം ആളുകൾ പൈസ മുടക്കാൻ റെഡിയാണ്. നമ്മൾ നല്ലൊരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ല നിങ്ങളുടെ സ്കില്ലിനകത്ത് നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മൾ ബാംഗ്ലൂർ വരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ബേസിക് ഹിന്ദി പഠിച്ചിട്ട് വരിക. അപ്പോൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ക്യാബ് രാവിലെ വരുമ്പോൾ മിക്കവാറും എല്ലാവരും മലയാളി പയ്യന്മാരായിരിക്കും ക്യാബ് ഓടിക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ പേർക്ക് ഞാൻ കണ്ടുപിടിച്ചാൽ ഹിന്ദി അറിയില്ല. അപ്പോൾ തട്ടിമുട്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഹിന്ദി ഫ്ലുവൻ്റ് ആക്കുക. ബാംഗ്ലൂർ ജീവിക്കണമെങ്കിൽ ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയണമെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഒരുവിധം ഓക്കെ. ഹിന്ദി കന്നഡയും മസ്റ്റാണ്. അത് കന്നഡ പഠിച്ചിട്ട് വരുന്നത് കുറച്ച് പ്രായമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹിന്ദി പഠിച്ചിട്ട് വരിക. അപ്പോൾ ഹിന്ദി പഠിച്ചിട്ട് വരികയാണെങ്കിൽ കന്നഡ ഇവിടെ നമുക്ക് ഓൺ ദ ഫ്ലൈ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഹിന്ദി പഠിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം എന്താണെന്ന് വെച്ചാൽ, ലാംഗ്വേജ് അറിയാവുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ ഹിന്ദി ഇവിടെ ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമറോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി, എന്ത് കസ്റ്റമറോ ആയിക്കോട്ടെ, നിങ്ങൾ ഓലയോ ഉബറോ അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറിയോ നിങ്ങൾ ബ്യൂട്ടീഷ്യൻ എന്തോ ആയിക്കോട്ടെ, കസ്റ്റമേഴ്സോട് കറക്റ്റായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടിപ്സ് എന്തായാലും കിട്ടും. അപ്പോൾ ലാംഗ്വേജ് അറിയാതെ കാര്യങ്ങൾ നടക്കില്ല ഡെഫിനറ്റ്ലി. അപ്പോൾ ഹിന്ദി പഠിച്ചിട്ട് വരിക. ഹിന്ദി പഠിക്കാതെ ബാംഗ്ലൂരിലേക്ക് വരാതിരിക്കുക. ഹിന്ദി പഠിക്കുക. വന്നതിന് ശേഷം 1-2 മാസത്തിനകത്ത് കന്നഡ പഠിക്കുക. കാരണം കന്നഡ പഠിക്കുന്നതിന് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ അറിയാമല്ലോ, കർണാടകയിൽ തന്നെയല്ല, ഏത് സ്റ്റേറ്റിൽ ചെന്നാലും അതിൻ്റെ ലോക്കലിസം ഉണ്ടാവും. അപ്പം നമുക്ക് കന്നഡ അറിയാമെങ്കിൽ നമുക്ക് റോഡിലൊക്കെ ഡ്രൈവർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും. നമുക്ക് കന്നഡ അറിയാമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ആൾ ചെറുതായിട്ടൊന്ന് ഒരു പൊടിക്കൊന്ന് അടങ്ങും. അറിയാമല്ലോ, അതിപ്പം കർണാടകയിൽ മാത്രമല്ല ഏത് സ്റ്റേറ്റിലും അങ്ങനെയാണ്. അപ്പം പക്ഷെ അത് നിങ്ങൾക്ക് കന്നഡ പുറകെ പഠിക്കാം, പക്ഷെ ഹിന്ദി പഠിച്ചിട്ട് വരിക. അത് അല്ലെങ്കിൽ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും പെർ മന്ത് ഒരു 30,000 രൂപ എടുത്ത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഏത് ജോലി ചെയ്താലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം റൂം ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് താമസിക്കാം. ബാംഗ്ലൂർ എക്സ്പെൻസീവ് ആണ്. ബട്ട് നിങ്ങൾ റൂം അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് റിമോട്ട് ആയിട്ടുള്ള കുറച്ചുകൂടെ ദൂരം മാറി റൂം ഷെയർ ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് റൂം ഷെയർ ചെയ്ത് കഴിയുക, കുക്ക് ചെയ്ത് കഴിയുക. നിങ്ങൾക്ക് 30,000 എന്തായാലും നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാക്കാൻ കഴിയും, ചിലവ് കഴിഞ്ഞ് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന എക്സ്പെർട്ട് ആണെങ്കിൽ നോക്കണ്ട, 30,000 ഒന്നുമല്ല, അത് മുകളിൽ ഞാൻ പറഞ്ഞ ഏറ്റവും മിനിമം നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോലികളിൽ കൂടെ ഏതെങ്കിലും ജോലി നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമെങ്കിൽ തന്നെ നിങ്ങൾക്ക് 30,000 കിട്ടും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ബാംഗ്ലൂർ വരാൻ പ്ലാനുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചോദിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ IT ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം. സോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നതിന് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ.